എം സിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബേർഡിനെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് എടുത്തത്. പക്ഷെ നമ്മൾ ഒട്ടുമിക്ക എല്ലാ സംഭവം ചെയ്യുമ്പോൾ നല്ല ഉറപ്പുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെല്ലാം എം സിയിൽ തന്നെയാണ്. നമ്മൾ ഈ ചെറിയ ചെറിയ ശില്പങ്ങളായാലും ഇനി വലുതായാലും വേഗം ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ട് എം സിയിൽ ഉപയോഗിക്കില്ല. അപ്പോൾ എം സിയിൽ ഇതുപോലെ 2 എണ്ണം എടുത്തിട്ട് പിന്നെ അതിനെക്കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു ഗ്ലൗസ് ഇട്ടാൽ നല്ലതായിരിക്കും. ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കുന്ന തിരക്കിൽ ഗ്ലൗസ് ഇടാൻ വിട്ടുപോയതാണ്. ഇതുപോലെ എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം അത് മിക്സ് ആവണം നല്ലോണം, ഇല്ലെങ്കിൽ അത് ഹാർഡായി കിട്ടൂല. നല്ല മിക്സ് ആവുക വെക്കുക. നമുക്ക് വേണമെങ്കിൽ ലേശം ഇതിലേക്ക് ലേശം എന്തെങ്കിലും എണ്ണയോ എന്തെങ്കിലും ആക്കി കൊടുത്താൽ ഇതുപോലെ ആക്കി കൊടുത്താൽ നമ്മളെ കയ്യിലൊന്നും പിന്നെ ഇത് പറ്റൂലേ. അപ്പോൾ നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. നമ്മളെ മിക്സ് ആവാൻ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ എടുത്ത് നല്ല ഒരു ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പാക്കി കിട്ടും. അതിന് ശേഷം അത് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെക്കണം. ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ബേർഡിൻ്റെ കണ്ണ് വെക്കേണ്ടതായ സ്ഥലം കറക്റ്റായിട്ട് ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കുക. ഹോള് കറക്റ്റായിട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം എല്ലാം നമ്മളാക്കി വെച്ച എം സിയിൽ അതിൻ്റെ ഉൾഭാഗത്തേക്ക് ഇതുപോലെ കാണുന്നുണ്ടാവും, ഞാൻ പറയേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് ആ ഹോള് കറക്റ്റായിരിക്കണം. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയേ. അത് തന്നെ നല്ല ഭംഗിയായിട്ട് അത് അതിൻ്റെ ഉള്ളിൽ സെറ്റാവും. മറ്റുമല്ല ആ മെഴുക് അതിനകത്തേക്ക് ഉള്ളിലേക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിതുപോലെ എടുത്തിട്ട് ഒരു ചെറിയ മെഴുക് എടുത്തിട്ട് ഇതുപോലെ നൂല് പോലെ അങ്ങനത്തെ അരച്ചൊരു നൂല് പോലെയുള്ള ഒരു ഇത് കിട്ടും. അത് എൻ്റെ ബേർഡിൻ്റെ കണ്ണിൻ്റെ പീലി ഉള്ള ഭാഗത്ത്, അതായത് പോള വരുന്ന ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് ആ ഭാഗം അതിങ്ങനെ വെച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് ബേർഡ്സിന് ചെയ്യുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കുറേ വലുതാണ്. ഇതൊരു ചെറിയ കിളിയാണ്. കുറച്ചും കൂടെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. ഒരു സ്കെൽട്ടൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് മെഴുകിൽ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മെഴുക് നമുക്ക് വാങ്ങാൻ കിട്ടും, ഓൺലൈനിലുണ്ട്. അതുപോലെ തന്നെ കടകളിൽ പോകുന്നതാണെങ്കിൽ നമ്മളെ ഈ പഴയ അങ്ങാടി മരുന്നെല്ലാം വെക്കുന്ന കടയിൽ ഈ വാക്സ് കിട്ടും. ഹണി വാക്സ് എന്ന് പറഞ്ഞാൽ കിട്ടും വാങ്ങാൻ വേണ്ടിയിട്ട്. 2 വാക്സ് വാങ്ങിയിട്ട് മിക്സ് ചെയ്തിട്ട് ശേഷം കളർ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മെഴുകാക്കാൻ വേണ്ടി പറ്റുക. ചൂടാക്കി കൊടുത്തത് ഹീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ട് പതപ്പിക്കുക, മെഴുകാവും. അതിന് ശേഷം ഇതുപോലെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും നമുക്ക്. ഇനി നമുക്ക് ബേർഡിൻ്റെ വായിൽ എന്തെങ്കിലും അതൊരു ഇര പിടിച്ച പോലത്തെ ഒരു സംഭവമാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മെഴുകന്നെ എടുത്തിട്ട് നമുക്കൊരു ചെറിയ തുമ്പീന അങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ മെഴുകിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് വേഗം വിചാരിച്ച രീതിയിലേക്ക് അങ്ങനെ വേഗം എളുപ്പത്തിൽ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും ഒരു തുമ്പീന അത് പിടിച്ചാലില്ല ഒരു സംഭവമാക്കുക. അങ്ങനെ മെഴുകെടുത്ത് ഒട്ടിച്ചതിന് ശേഷം നല്ല അതിൻ്റെ വാലെല്ലാം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ശരിയായ രൂപം ഉണ്ടാവില്ലല്ലോ. അതിങ്ങനെ ഒരു മരണവെപ്രാളത്തിലുണ്ടാവുന്ന ഒരു സംഭവമല്ലേ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇതെല്ലാം കുറച്ച് നമുക്ക് മാറ്റം വരുത്താം. ഇതുപോലെ ലേശം ഒരു ചെറിയൊരു ഇതെടുത്തിട്ട് അതിൻ്റെ കണ്ണോ അങ്ങനെ എന്തെങ്കിലും ഒരു രൂപം കൊടുക്കുന്ന പോലെ ആക്കിയാൽ, എന്നിട്ട് അതിൻ്റെ കൊക്കിലേക്ക് നമ്മളിതുപോലെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ കൊക്കിങ്ങനെ ചെറിയ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ തന്നെ നമുക്കതൊരു ദൂരത്ത് നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത്, പെട്ടെന്ന് നോക്കുന്ന സമയത്ത് നമുക്കൊരു തുമ്പിനെ ഇങ്ങനെ ഒരു ബേർഡ് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ചില്ലയിൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെ നല്ലൊരു ഫീല് കൊണ്ടുവരാൻ പറ്റുമേ. നമുക്കിനി അതിൻ്റെ കാലും കൂടെ മാത്രമേ ചെയ്യാനുള്ളൂ. അതുപോലെ അതിന് ചെറിയൊരു മിനുക്കിയെടുക്കാനുണ്ട്, അത് ഒന്നും കൂടെ ഭംഗിയാക്കാനുണ്ട്. നമ്മൾ ഉപയോഗിച്ച ടൂള് നിങ്ങൾ കാണുന്നുണ്ടാവും. അങ്ങനെ 1-2 ടൂൾസ് മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വേറെയും കുറേ വീഡിയോസെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശില്പം ഇതുപോലുള്ള കുഞ്ഞി സംഭവങ്ങളെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മളെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇനി ഒരുപാട് വീഡിയോ ഇടുന്നുണ്ട്.
നമ്മൾ ഒരുപാട് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചതിലുണ്ട് അത്ര. അപ്പോൾ എല്ലാം അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഓക്കെ.